ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ഇപ്പോൾ എവിടെയാണ്? അസീം മുനീർ എവിടെയാണെന്നുള്ളത് ഇപ്പോൾ ഒരു $1 മില്യൺ ചോദ്യമാണ്. കാരണം അസീം മുനീറിനെ പഹൽഗാം ഓപ്പറേഷന് ശേഷം പാകിസ്ഥാൻ നടത്തിയ തീവ്രവാദി മതഭീകര കൊലപാതകങ്ങൾക്ക് ശേഷം കണ്ടിട്ടില്ല. അതിന് തൊട്ടു മുമ്പ് സത്യത്തിൽ ഈ പഹൽഗാമിൽ നടത്തിയ ഭീകരവാദ ആക്രമണത്തിന് ഉത്തരവിട്ടത് അസീം മുനീറാണ്. കാരണം അയാൾ പറഞ്ഞു, കാശ്മീർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റാത്തതാണ്, ഞങ്ങളുടെയാണ്, ഞങ്ങൾ തിരിച്ചു പിടിക്കും, അത് ജുഗുലാർ വെയിൻ പോലെയാണെന്നൊക്കെ പറഞ്ഞ് വലിയൊരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കി. ഒരാഴ്ച കഴിയുന്നതിന് മുമ്പാണ് പഹൽഗാമിൽ പാകിസ്ഥാൻ സ്പെഷ്യൽ കമാൻഡോ ആയ ഒരാളുടെ നേതൃത്വത്തിൽ പരിശീലനം കിട്ടിയ ആളുകളെ ഉപയോഗിച്ചുള്ള കൂട്ടക്കൊല നടന്നത്. അതിനുശേഷം പക്ഷേ അസീം മുനീറിനെ കാണാനില്ല. ഇപ്പോൾ ഇന്നലെ ഇന്ത്യക്ക് നേരെ ഒരു സാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നു. നമ്മുടെ 15ഓളം നഗരങ്ങളിലേക്ക് അവർ ഡ്രോണുകളും മിസൈലുകളും അയച്ചു. പക്ഷേ അതെല്ലാം ഇന്ത്യൻ മണ്ണിൽ അല്ല, ഇന്ത്യൻ ആകാശത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മുടെ സൈന്യം അതിവിദഗ്ധമായി എല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്ത് എല്ലാം തകർത്തു. ഒരെണ്ണം പോലും, ശരിക്കും പറയുന്നത് ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തുന്നത് പോലെയുള്ള ആക്രമണമാണ് ഇന്നലെ പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്താൻ ശ്രമിച്ചത്. ഒരേ സമയത്ത് 50ഉം 100ഉം ഡ്രോണുകൾ ഒരുമിച്ച് വരിക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അയൺ ഡോം ഉൾപ്പെടെ പലപ്പോഴും ഫെയിൽ ആവാറുണ്ട് ഇസ്രയേലിൽ, ചിലതൊക്കെ വന്ന് വീഴും. പക്ഷെ നമുക്ക് നേരെ ഇത് പ്രയോഗിച്ചപ്പോൾ നമ്മുടെ ആകാശ്, പിന്നെ നമ്മുടെ S-400 ഇതൊക്കെ ഉപയോഗിച്ച് അതിവിദഗ്ധമായി ഇതിനെ മുഴുവൻ ഇൻ്റർസെപ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും തകർത്തു. മിസൈലുകൾ തകർത്തു, ഡ്രോണുകൾ തകർത്തു. 3 പാകിസ്ഥാൻ്റെ വിമാനങ്ങളെ, 2 JF-17ഉം ഒരു F-16ഉം നമ്മൾ വെടിവെച്ചിട്ടു. ചൈനയുടെ 2 വിമാനങ്ങൾ, അമേരിക്കയുടെ 1 വിമാനങ്ങൾ, ഇത് നമ്മൾ ഇത്രയും തകർത്തു. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസ് നടത്താൻ ശ്രമിച്ച് അതിദയനീയമായി പരാജയപ്പെട്ട് നിൽക്കുന്ന അസീം മുനീർ ഈ യുദ്ധകാലത്ത് പോലും എവിടെയെങ്കിലും പോയതോ ആരെയെങ്കിലും കണ്ടതോ സൈന്യത്തെ വന്നൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അസീം മുനീർ എവിടെയാണ്? ഈ ചോദ്യം ഇന്നലെ രാത്രി ദയനീയമായി പാകിസ്ഥാൻ തോറ്റമ്പി എന്ന് മാത്രമല്ല, അതിനുശേഷം നമ്മുടെ 15 നഗരങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണ ശ്രമം ചെറുത്തതിന് ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു. INS വിക്രാന്തിൽ നിന്ന് ലാഹോറിലേക്കും കറാച്ചിയിലേക്കുമൊക്കെ മിസൈലുകൾ പാഞ്ഞു. പാകിസ്ഥാനിലെ പല നഗരങ്ങളും ഇന്നലെ കത്തിയെരിഞ്ഞു. അപ്പോഴും അസീം മുനീറിനെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, അസീം മുനീർ അറസ്റ്റിലാണ്. അസീം മുനീറിനെ പുറത്താക്കി ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കൗൺസിലിൻ്റെ ജനറലായ സാഹിർ ഷംഷാദ് പുതിയ പാകിസ്ഥാൻ സേനാ മേധാവിയാവുന്നു എന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. പാകിസ്ഥാൻ ഒറിജിനിൽ നിന്ന് പാകിസ്ഥാൻ ഒറിജിനിൽ നിന്ന് വന്ന വാർത്തയാണ്. ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു മിലിറ്ററി കമ്മ്യൂണിക്കേ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കറിയില്ല. എന്നാൽ പോലും പാകിസ്ഥാൻ സൈന്യത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണ ശ്രമം പരാജയപ്പെട്ടു, ഇന്ത്യ കനത്ത തിരിച്ചടി കൊടുക്കുന്നു. അതേസമയം തന്നെ BLA ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ ആക്രമണം നടത്തുന്നു. ഇന്നലെ തന്നെ 15 പട്ടാളക്കാരെ കൊന്നു. അതിനുശേഷം ബലൂജ് മേഖലയിലൂടെ കടന്നു പോകുന്ന 100ഓളം ഗ്യാസ് പൈപ്പ് ലൈനുകൾ BLA തകർത്തു. BLA കറ്റ്വ എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായ കറ്റ്വ നഗരം BLA പിടിച്ചെടുത്തു. അപ്പോൾ ആഭ്യന്തരമായും ബാഹ്യ രംഗത്തും വലിയ വെല്ലുവിളി പാകിസ്ഥാൻ നേരിടുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ കഴിഞ്ഞ 2 ആഴ്ചയായി കാണാനില്ലാത്ത വലിയ ദുരൂഹത ഉയർത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ വേണ്ടി, അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന രാജ്യമാണ്. നമുക്കറിയാം, ഭൂട്ടോ അറിയാമല്ലോ. ഭൂട്ടോ മുജീബ് റഹ്മാനോട് അതിനീചമായി പെരുമാറി. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് ഉണ്ടാകാനുള്ള കാരണമായ 71 യുദ്ധകാലത്ത് പോലും അതിനീചമായ നിലപാടുകൾ എടുത്ത ആളാണ് ഭൂട്ടോ. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പ്രിയങ്കരനായിരുന്നു. പക്ഷേ ഭൂട്ടോയ്ക്ക് എന്ത് പറ്റി? അവസാനം ഭൂട്ടോയെ പാകിസ്ഥാൻ തന്നെ കൊന്നു. പാകിസ്ഥാൻ, എല്ലാവരും പറയും എല്ലാ രാജ്യത്തിനും ഒരു പട്ടാളമുണ്ട്, പക്ഷേ പട്ടാളത്തിനൊരു രാജ്യമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമല്ല. പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാള നേതൃത്വമാണ്. അപ്പോൾ അതിനിടയ്ക്കാണ് വളരെ പെട്ടെന്ന് ഒരു നിർണായകമായ 2 വിവരങ്ങൾ പുറത്തു വന്നു. ഒന്ന്, പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളുടെ കുടുംബാംഗങ്ങളെയൊക്കെ UK മാറ്റി. അസീം മുനീറിൻ്റെ ബന്ധുക്കളും UK നിന്ന് പോയിരുന്നു എന്ന് പറയുന്നു. പക്ഷെ പാകിസ്ഥാൻ മീഡിയയിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു ബാങ്കിൻ്റെ ഒരു മണി ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ലണ്ടനിലെ കോൺവെന്റ് ഗാർഡൻസിലുള്ള HSBC ബാങ്കിലേക്ക് അസീം മുനീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. അത് പാകിസ്ഥാനിൻ്റെ സൈനിക മേധാവി തൻ്റെ പണം ലണ്ടനിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. മണി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന തുക, അതിൻ്റെ ഡോക്യുമെൻ്റ്, റെസിപ്റ്റ് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ മീഡിയയിൽ വരുന്നതാണ്.
പാകിസ്ഥാന്റെ സൈനിക മേധാവിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ, പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ അവതരിക്കുന്നു. അതായത് ആ തുക കേട്ടിട്ട്, തുകയുടെ ഫിഗർ നമ്പേഴ്സ് ഞാൻ വായിക്കാം. 23638368113. ഞാനത് വായിക്കാൻ ശ്രമിച്ചത്, പ്രിയൻ്റെ കൂടെ സഹായത്തോടെ നമ്മളത് വായിക്കാൻ ശ്രമിച്ചത് 2386,86,113 പാകിസ്ഥാൻ രൂപ അസിം മുനീർ UK-യിലുള്ള കോൺവെന്റ് ഗാർഡനിലുള്ള HSBC ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു. 2386,86,113 രൂപ അയച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ആർക്ക് കൊടുത്തിരിക്കുക, അതിനൊക്കെ ഇത് അയക്കാൻ വേണ്ടിയുള്ള തുക എന്ന് പറയുന്നത് 1,30,30,256 രൂപയാണ് ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഫീസ്. പിന്നെ റിസീവർ ലണ്ടനിൽ UK-യിൽ ഇത് സ്വീകരിക്കുന്ന ആളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 3224081913 എന്ന് പറയുന്നൊരു നമ്പർ. ഇങ്ങനെ എല്ലാ രേഖകളുമുള്ള സോഫോർട്ട് എന്ന് പറയുന്ന ബാങ്കിങ് സ്ഥാപനം ഉപയോഗിച്ച് 2,363 കോടി എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വലിയ തുകയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ പലർക്കും ഉണ്ട് 2,000 കോടി 3,000 കോടിയൊക്കെ അസറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഞെട്ടി, എത്രയുണ്ടോ. പക്ഷേ അതൊരു സൈനിക മേധാവിയാണ്. പാകിസ്ഥാൻ പോലെ സമസ്ത അധികാരങ്ങളും പ്രധാനമന്ത്രിയെ പോലും വരച്ച വരയിൽ നിർത്താൻ ശേഷിയുള്ള ഒരു ഭീകര രാഷ്ട്രത്തിൻ്റെ, ഭീകര മതരാഷ്ട്രത്തിൻ്റെ സൈനിക മേധാവിക്ക് 2,363 കോടി രൂപ സമ്പാദ്യം ഉണ്ടാവുന്നതൊന്നും അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. ഈ കുറേ ഇപ്പോൾ ചൈനയിൽ നിന്ന് കുറേ സാധനം മേടിച്ചില്ലേ, HQ-9 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം മേടിച്ചു വെച്ചിട്ടാണ് ഇന്ത്യ വെല്ലുവിളിച്ചത്. ചൈനയുടെ സാധനം ഉണ്ടടാ, കാണിച്ചു തരാമെന്ന്. പക്ഷേ നമ്മൾ അയച്ച സാധനം എല്ലാം അവിടെ ചെന്നു. നമ്മൾ എന്നിട്ട് ലാഹോറിലുള്ള 1,800 കോടിയിൽ പരം വില വരുന്ന അവൻ്റെ ഡിഫൻസ് സംവിധാനം വരെ തകർത്തു. ആരോ ഇന്നലെ ഒരു തമാശ പറയുന്നത് കേട്ടോ, ഈ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഈ വ്യോമ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ മേടിച്ചു, പക്ഷേ ഡിഷാൻറ്റിനെ കൊടുത്ത് ചൈന പറ്റിച്ചു എന്ന്. ഏതായാലും ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ചൈന കൊടുത്തിരിക്കുന്ന ചൈനയുടെ JF-17, ചൈനയുടെ HQ-9 എന്ന് പറയുന്ന $3 മില്യൺ കൊടുത്തിട്ടാണ് പാകിസ്ഥാൻ ഭാഗിച്ചത്. അതൊക്കെ ഫെയിലിയറായി. നമ്മുടെ ഒരൊറ്റ മിസൈൽ പോലും, ഒരൊറ്റ ഡ്രോൺ പോലും, ഒറ്റ ഹാരോപ്പിനെ പോലും, ഹാരോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇസ്രായേൽ വെപ്പൺ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്, അവിടെ ഇസ്രായേൽ തന്നു, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എയർ സ്ട്രൈക്ക് എന്ന് പറയുന്ന, സ്കൈ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഹാരോപ്പിൻ്റെ ഇന്ത്യൻ രൂപം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതെല്ലാം അതിൻ്റെ ലക്ഷ്യത്തിൽ പോയി, നമ്മൾ അയച്ചതെല്ലാം തകർന്നു. അവൻ്റെ ഒരെണ്ണം പോലും നമ്മുടെ അതിർത്തിയിലേക്ക് വന്നില്ല. അപ്പോൾ നമ്മുടെ S-400 ട്രയംഫ് സുദർശന ചക്ര നമ്മളൊരു പേരിട്ടിരുന്നത്. സുദർശന ചക്ര അതിശക്തമായി നമ്മുടെ ശത്രുവിൻ്റെ അസ്ത്രങ്ങളെ മുഴുവൻ ഭേദിച്ച രാത്രിയാണ് കടന്നുപോയത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത്രയും വലിയ തുക ഇയാൾ കടത്തി എന്നുള്ളത് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെ ചോർത്തി പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി ഇപ്പോഴും നമ്മുടെയൊക്കെ അറിവിൽ അസിം മുനീറാണ്. അസിം മുനീറിനെതിരെ പാകിസ്ഥാൻ മീഡിയ ഇത്തരം സാധനങ്ങൾ ലീക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം അസിം മുനീർ വലിയ കുഴപ്പക്കാരനാണ്. അയാളുടെ തെറ്റായ തീരുമാനങ്ങൾ രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഇയാൾ വലിയ തുക പാകിസ്ഥാനിൽ നിന്ന് സ്വകാര്യമായി സമാഹരിച്ച തുക ഇയാളുടെ ലണ്ടനിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് ഒരു പ്രചാരണം പാകിസ്ഥാനിൽ ഉണ്ടാവേണ്ടത് ആരുടെ ആവശ്യമാണ്. എന്നിട്ട് വേണം അസിം മുനീറിനെ കൈകാര്യം ചെയ്യാൻ. അസിം മുനീറിനെ തടവിലാക്കിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു, തടവിലാക്കിയിരിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ അസിം മുനീറിനെ ഒരു കോർട്ട് മാർഷൽ നടത്തി ചിലപ്പോൾ അത് ചെയ്യാതെ തന്നെ പാകിസ്ഥാൻ പട്ടാളം വെടിവെച്ച് വന്നേക്കാം. സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിദയനീയമായി പാകിസ്ഥാൻ പരാജയപ്പെടുക. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ അമൃത്സറിൽ അലാം മുഴങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ വീണ്ടും ഒരു സാഹസത്തിന് മുതിർന്നാൽ ഇന്ത്യ അതിശക്തമായി വീണ്ടും തിരിച്ചടിക്കും. അപ്പോൾ പാകിസ്ഥാൻ അമ്പയെ തവിട്ട് പൊടിയാകാൻ പോവുകയാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ വിഭജിച്ച് 2-3 കഷ്ടങ്ങൾ പോലും ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ മുഴുവൻ പഴിയും ചുമത്താൻ ഒരാളെ വേണം. അതിനു വേണ്ടിയിട്ട് ഇത് മുഴുവൻ ഉത്തരവാദി രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഇതിൻ്റെ മുഴുവൻ സോൾ റെസ്പോൺസിബിൾ പേഴ്സണായിട്ട് അസിം മുനീറിനെ മാറ്റി നിർത്താൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ തോതിൽ പണം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഗോതമ്പ് മേടിക്കാൻ പോലും കാശില്ല. അപ്പോഴാണ് അസിം മുനീർ 2,363 കോടി, 64 കോടിയോളം രൂപ ലണ്ടനിലേക്ക് HSBC ബാങ്കിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരു റെസിപ്റ്റ് പുറത്തുവിട്ട് വലിയ കാമ്പയിൻ അസിം മുനീറിനെതിരെ ആരംഭിച്ചിരിക്കുന്നത്. ഞാനതൊരു ചാർജ് ഷീറ്റായിട്ടാണ് കാണുന്നത്. അസിം മുനീർ യുദ്ധം തോറ്റു, വലിയ തോതിൽ പാകിസ്ഥാൻ്റെ സമ്പത്ത് ലണ്ടനിലേക്ക് കടത്തിയിരിക്കുന്നു. അതായത് ഇനി ഇയാളെ വിചാരണ ചെയ്തോ വിചാരണ ചെയ്യാതെയോ
കൊന്നുകളയുക എന്നതാണ് ഏക പരിഹാരം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവിക്ക് ഒരു രക്തസാക്ഷിയെ, ഒരു പ്രതിയെ ആവശ്യമുണ്ട്. അസീം മുനീറിനെ കാത്തിരിക്കുന്നത് ജയിലാണോ എന്നെനിക്ക് സംശയമുണ്ട്. ജയിലായിരിക്കില്ല. ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന നിലയിൽ അസീം മുനീറിന് നേരെ, പാകിസ്ഥാൻ സൈന്യാധിപന് നേരെ പാകിസ്ഥാൻ സേനയുടെ തന്നെ ഒരു വെടിയുണ്ട ഇതിനകം ചിലപ്പോൾ വന്നു കാണും, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.